Good morning. Good morning, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് കംപ്ലീറ്റ് ആയിരുന്നു അല്ലേ? കംപ്ലീറ്റ് ആയില്ലേ ആ ചാപ്റ്റർ? Yes, ma'am. ഓക്കെ, കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് മിസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ 8th ചാപ്റ്റർ ആണ് കേട്ടോ. 5th മോഡ്യൂളിലെ 8th ചാപ്റ്റർ ആണ് അക്രഡിറ്റേഷൻ കേട്ടോ. അപ്പൊ ഇത് ഞങ്ങൾ 3 പേരായിട്ടാണ് എടുക്കുന്നത്. ഇത്തിരി ലെങ്തി ചാപ്റ്റർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 പേരായിരിക്കും ഇത് ഷെയർ ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ അക്രഡിറ്റേഷൻ ആദ്യ ഭാഗം മിസ് ആയിരിക്കും എടുക്കുക. ഓക്കെ, ആദ്യത്തെ ആ ഒരു ഭാഗത്തില് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഭാഗങ്ങളുണ്ട്, എന്താണ് അക്രഡിറ്റേഷൻ എന്നുള്ള കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ അതിന്റെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്, പ്രധാനപ്പെട്ട അക്രഡിറ്റേഷൻ ബോഡീസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതുപോലെ അക്രഡിറ്റേഷന്റെ ആ ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ് എങ്ങനെയാണ്, അതിൽ എന്തൊക്കെ സ്റ്റെപ്സ് അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റേജസിലൂടെയാണ് ഒരു സ്ഥാപനത്തിന് അക്രഡിറ്റേഷൻ ലഭിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ പഠിക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മള് ആദ്യം ആ ഒരു അക്രഡിറ്റേഷൻ എന്താണ്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ മിസ്സും അതുപോലെ തന്നെ വാഹിദ മിസ് ആയിരിക്കും ചിലപ്പോ നെക്സ്റ്റ് ഒരു ഭാഗം ജെസ്സി ഉണ്ട്, നാബുണ്ട്. ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ ഡിപ്ലോമയിൽ പഠിച്ച കാര്യങ്ങളാണ്, പഠിച്ചിട്ടില്ലേ? നാബുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ്, ജെസ്സിയുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ഒക്കെ കുറച്ചൊക്കെ പഠിച്ചിട്ടില്ലേ? സ്റ്റാൻഡേർഡ്സ് ഒക്കെ പഠിച്ചില്ലായിരുന്നോ? അത് തന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ. അപ്പൊ അതില് ജെസിയും നാബും ഒക്കെ രമ്യ മിസ്സും ഉണ്ട്, അതുപോലെ തന്നെ വാഹിദ മിസ്സും ഉണ്ട്. അവർ ഞങ്ങൾ 3 പേരും കൂടി ആയിരിക്കും ഇത് ഷെയർ ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ ആദ്യത്തെ ഭാഗം മിസ്സാണ് എടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് അക്രഡിറ്റേഷന്റെ ആദ്യത്തെ ഭാഗം, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ശരിക്കും എന്താണ് ഒരു അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാല്? എന്താണ് ഒരു അക്രഡിറ്റേഷൻ? എന്താണ് ഒരു അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ് നമ്മൾ ഡിപ്ലോമയിൽ പഠിച്ചിട്ട്? അംഗീകാരം കൊടുക്കുക. ശരിയാണ്. ഏതൊക്കെ സ്ഥാപനങ്ങൾക്കാണ്? പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചത് ഏതാ? ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന്റെ കാര്യമാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ അതിനെ ബേസ് ചെയ്താണ് നമ്മൾ ഡിപ്ലോമയിൽ പഠിച്ചത്. അതിന് ഒരുപാട് എന്താണ് അക്രഡിറ്റേഷൻ ബോഡീസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു സ്ഥാപനത്തിന് അംഗീകാരം കൊടുക്കുക. നേരത്തെ ആര് പറഞ്ഞ പോലെ തന്നെ സ്റ്റാൻഡേർഡ്സ് അല്ലെ, കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുകയാണെങ്കിൽ അവർക്ക് അംഗീകാരം നൽകുക എന്നതാണ്. ശരിയല്ലേ? അപ്പൊ ശരിയായിട്ടുള്ള രീതിയിൽ, അതായത് ഏത് അക്രഡിറ്റേഷൻ ബോഡിയാണോ അവർക്ക് അംഗീകാരം കൊടുക്കുന്നത്, ഇപ്പൊ നാബാണ് കൊടുക്കുന്നതെങ്കിൽ നാബ് പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്ന ഒരു സ്ഥാപനത്തിന് മാത്രമേ അവർ അംഗീകാരം നൽകുകയുള്ളൂ. അതൊരു പ്രാവശ്യം മാത്രം അല്ലെങ്കിൽ അവരുടെ ആ ഒരു അംഗീകാരം കിട്ടുന്നത് വരെ മാത്രം അവരത് പാലിച്ചാൽ മതിയോ? അത് കിട്ടുന്നത് വരെ മാത്രം പാലിച്ചാൽ മതിയോ? ആ ഒരു അംഗീകാരം കിട്ടുന്ന അല്ല അല്ലെ? കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു സ്റ്റാൻഡേർഡ് അവർ മെയിൻറ്റെയിൻ ചെയ്യണം. ശരിയല്ലേ? അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് അവർ ആ ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്താൽ അവർക്ക് ഇപ്പൊ ഒരു 3 വർഷത്തേക്കോ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ചെറിയ സ്ഥാപനങ്ങൾ അനുസരിച്ച് ചിലപ്പോൾ അത് 2 വർഷമൊക്കെ ആവാം കേട്ടോ. ഒരു മിനിമം നമ്മളൊരു 3 വർഷത്തെ വാലിഡിറ്റിയുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുന്നത്. ആ ഒരു അംഗീകാരം നേടുന്ന ആ ഒരു 3 വർഷ കാലഘട്ടം അല്ലെങ്കിൽ അവരുടെ ആ ഒരു വാലിഡിറ്റിയുള്ള സമയം മുഴുവനും ആ ഒരു സ്റ്റാൻഡേർഡ് അവർ എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം. കാരണം ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ വരും ആ സ്ഥാപനത്തിലേക്ക്. ആ സമയത്ത് ഇവർ ഈ നല്ല രീതിയിൽ അവർ പറഞ്ഞിരിക്കുന്ന അതേപോലെയുള്ള മാനദണ്ഡങ്ങൾ എല്ലായിടങ്ങളിലും, ഒരു പ്രത്യേകമായിട്ടുള്ള ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമല്ല, എല്ലാ ആസ്പെക്റ്റും നോക്കിയിട്ട് എല്ലാ വശങ്ങളിലും ഒരുപോലെ അവരത് പാലിച്ചിരിക്കണം. അങ്ങനെ പാലിക്കാതെ വരുന്നു എന്ന് തോന്നിയാൽ അതിനനുസരിച്ച് അവരുടെ ഈ ഒരു അക്രഡിറ്റേഷൻ നഷ്ടമാവുകയും ചെയ്യും. അപ്പൊ അതിനുശേഷം ഇപ്പൊ ഒരു 3 വർഷത്തെ വാലിഡിറ്റിയുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എങ്കിൽ അടുത്ത വർഷത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു 3 വർഷം കഴിഞ്ഞ് നമുക്കത് എന്ത് ചെയ്യണം? റിന്യൂ ചെയ്യണമെങ്കിൽ അതിനുമുള്ള അവസരം നമുക്ക് ഈ ഒരു അക്രഡിറ്റേഷൻ നൽകുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം ഒരു അംഗീകാരം കിട്ടണമെങ്കിൽ ആ സ്ഥാപനം കൃത്യമായിട്ട് അവർ പറയുന്ന മാനദണ്ഡങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ ഒരു സ്ഥാപനത്തിന് ഈ ഒരു അംഗീകാരം അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പൊ ആദ്യം നമ്മുടെ അക്രഡിറ്റേഷൻ എന്താണ് എന്നുള്ള ഇൻട്രൊഡക്ഷൻ പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കി, accreditation is the external recognition of your adherence to a set of standards
to perform an activity or hold a certain status. Underline ചെയ്തിട്ട് ആ sentence. Accreditation is the external recognition of your adherence to a set of standards to perform an activity or hold a certain status. ഒരു പ്രത്യേക പദവി നിലനിർത്തുന്നതിനോ അല്ലെങ്കിൽ to perform an activity ഒരു പ്രവർത്തനം നടത്തുന്നതിനോ വേണ്ടി നമ്മൾ പാലിക്കുന്ന ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ്, നമ്മളൊരു കൂട്ടം മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന് വേണ്ടി നമുക്ക് കിട്ടുന്ന ഒരു എക്സ്റ്റേണൽ റെക്കഗ്നിഷൻ അല്ലെങ്കിൽ ഒരു ബാഹ്യമായിട്ടുള്ള അംഗീകാരമാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ശരിയല്ലേ? ഒരു ഹോസ്പിറ്റൽ അവരൊരു പെർഫോമൻസ് ആക്ടിവിറ്റി, അവർക്കൊരു പ്രവർത്തനം നടത്തണം. ആ ഒരു പ്രവർത്തനം നടത്തുന്നതിനോ അല്ലെങ്കിൽ ടു ഹോൾഡ് എ സർട്ടൻ സ്റ്റാറ്റസ് ഒരു പദവി നിലനിർത്തുന്നതിനോ വേണ്ടിയിട്ട് അവർ ഒരു കൂട്ടം മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് അതുവഴി കിട്ടുന്ന ഒരു ബാഹ്യമായിട്ടുള്ള അംഗീകാരമാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ചോദിക്കാറുണ്ട് അക്രഡിറ്റേഷന്റെ അവരുടെ ഡെഫിനിഷൻ. Accreditation is the external recognition, ഒരു ബാഹ്യ അംഗീകാരം. ആ ഹോസ്പിറ്റലുകാരോ അല്ലെങ്കിൽ അതിനുള്ളിലുള്ള സ്ഥാപനത്തിലുള്ള അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളോ നൽകുന്നല്ല, പുറമേ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ് അല്ലെ? ബാഹ്യമായിട്ടുള്ള ഒരു എക്സ്റ്റേണൽ റെക്കഗ്നിഷൻ ആണ് ഓഫ് യുവർ അഡ്ഹറൻസ് ടു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ്. ഒരു കൂട്ടം മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രവർത്തനം നടത്തുന്നതിനോ ഒരു പദവി നിലനിർത്തുന്നതിനോ വേണ്ടി നമ്മൾ ഒരു കൂട്ടം മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെങ്കിൽ അത് പാലിക്കുന്നതിന് വേണ്ടി നമുക്ക് കിട്ടുന്ന ഒരു ബാഹ്യമായിട്ടുള്ള ഒരു അംഗീകാരമാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. Normally, accreditation is held by education institutions or organizations. പല സ്ഥാപനങ്ങളും ഈ അംഗീകാരങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് മുൻകൈയെടുത്ത് നടത്താറുണ്ട്. ഇപ്പൊ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിങ്ങൾ കണ്ടു കാണും നാക്കിലേക്ക് അക്രഡിറ്റേഷൻ കിട്ടുന്നത് കേട്ടിട്ടില്ലേ? കോളേജുകളിലൊക്കെ ആണെങ്കിലോ നാക്കിന്റെ A+ ഗ്രേഡ് അല്ലെങ്കിൽ ഓരോ ഗ്രേഡുകൾ കിട്ടുന്നത് കണ്ടിട്ടില്ലേ അല്ലെങ്കിൽ കേട്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അംഗീകാരം. അപ്പൊ നമ്മളിപ്പോഴും ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മേഖലയിൽ മാത്രമല്ല എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ അതുപോലുള്ള മറ്റേതെങ്കിലും മറ്റു ഓർഗനൈസേഷൻസിലൊക്കെ ഈ അംഗീകാരം അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. However, schemes exist in a variety of industries. ഓരോ ഇൻഡസ്ട്രിക്ക് അനുസരിച്ച് ഇപ്പൊ ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി പോലെ ആയിരിക്കില്ല അവിടുത്തെ മാനദണ്ഡങ്ങളോ കാര്യങ്ങളോ പോളിസികളോ ആയിരിക്കില്ല ഒരു എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അല്ലെ? എല്ലാം ഒരേപോലെയുള്ള സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും നമുക്ക് കൊടുക്കുക? അല്ല, വ്യത്യാസമായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് പല പല സ്കീമുകളാണ് അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് നിലവിലുള്ളത്. അപ്പൊ ഓരോ ഇൻഡസ്ട്രിക്ക് അനുസരിച്ച് പല പല സ്കീമുകൾ നിലവിലുണ്ട്. And it can show that an organization subscribes to certain quality standards or adheres to a voluntary self-regulatory code. അപ്പൊ ഇതിലൂടെ ഒരു അംഗീകാരം കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ ഒരു അക്രഡിറ്റേഷൻ ആ ഒരു സ്ഥാപനത്തിന് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? എന്താണ് അതിലൂടെ കാണിക്കുന്നത്? ഇറ്റ് ഷോസ് ദാറ്റ് an organization subscribe to certain quality standards. ആ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു? കുറച്ച് അതുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട്. അല്ലെങ്കിൽ or adheres to voluntary self-regulatory code. അവർ സ്വയം അല്ലെ സ്വന്തമായിട്ട് അല്ലെങ്കിൽ അവർ സ്വമേധയാ ഒരു സെൽഫ് റെഗുലേറ്ററി കോഡ് സ്വയം നിയന്ത്രിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ഒക്കെ അവർ ആ ഒരു സ്ഥാപനത്തിൽ കാഴ്ചവെക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു അംഗീകാരം കിട്ടിയിട്ടുണ്ട് എങ്കിൽ അതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ആ ഒരു സ്ഥാപനം ചില ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അവർ പറഞ്ഞിരിക്കുന്ന ഏത് ബോഡിയാണോ നമുക്ക് അംഗീകാരം നൽകിയിരിക്കുന്നത് ആ ബോഡി പറഞ്ഞിരിക്കുന്ന അനുസരിച്ചുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അവര് പാലിക്കുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. അതുപോലെ തന്നെ അല്ല എങ്കിലോ അവര് സ്വമേധയാ ഒരു സ്ഥാപനത്തിൽ ശരിയായ രീതിയിൽ സ്വമേധയാ വോളണ്ടറി ആണ് സെൽഫ് റെഗുലേറ്ററി കോഡ് സ്വയം നിയന്ത്രിക്കുന്ന രീതിയിലുള്ള പ്രൊസീജിയേഴ്സും പോളിസികളും ഒക്കെ അവരെ കൊണ്ടുവന്ന് പാലിക്കുന്നുണ്ട് അല്ലെങ്കിൽ നടപ്പിലാക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ഭാഗത്തില് എന്താണ് അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞു. അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പദവി നിലനിർത്തുന്നതിനോ ഒരു പ്രവർത്തനം നടത്തുന്നതിനോ വേണ്ടിയിട്ട് നമ്മൾ പാലിക്കുന്ന ഒരു കൂട്ടം മാനദണ്ഡങ്ങളുമായി അടിസ്ഥാനമാക്കി നമ്മൾ ആ ഒരു കൂട്ടം മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് കിട്ടുന്ന ഒരു
ബാഹ്യ അംഗീകാരമാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. നോർമലി നമുക്ക് അക്രഡിറ്റേഷൻസ് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്താറുണ്ട്, മറ്റ് ഓർഗനൈസേഷൻസിലും നടത്തപ്പെടാറുണ്ട്. ഇനി ഇതിനോരോ ഇൻട്രസ്റ്റിനും പ്രത്യേകമായിട്ടുള്ള അക്രഡിറ്റേഷൻ സ്കീമുകളും നിലവിലുണ്ട്. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് അക്രഡിറ്റേഷൻ കിട്ടി എന്നാൽ അതിലൂടെ എന്താണ് കാണിക്കുന്നത്? അവർ ചില ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ അവർ സ്വയം നിയന്ത്രിക്കുന്ന രീതിയിലുള്ള പ്രൊസീജിയേഴ്സും പോളിസികളും ഒക്കെ ആ സ്ഥാപനത്തിൽ നടപ്പിലാക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വേഗം ഒന്ന് ഒരു പാരഗ്രാഫ് വായിച്ചു ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാം കേട്ടോ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. വോളണ്ടറി സെൽഫ് റെഗുലേറ്ററി കോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അവരെ സ്ഥാപനം സ്വമേധയാ അവരെന്ത് ചെയ്യുന്നു, സ്വന്തമായിട്ട് തന്നെ എഫേർട്ട് എടുത്തുകൊണ്ട് അവരെ സ്വയം നിയന്ത്രിക്കുന്ന രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം സ്വയം നിയന്ത്രിക്കുന്ന രീതിയിലുള്ള പ്രൊസീജിയേഴ്സും പോളിസികളും ഒക്കെ കൊണ്ടുവരുന്നു. അതെന്തിനു വേണ്ടിയിട്ടാ? ആ സ്റ്റാൻഡേർഡ്സ് പാലിക്കുന്നതിന് വേണ്ടി, കൃത്യമായിട്ട് ഓരോ മേഖലയിലും ആ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി അവർ സ്വയം അവരുടെ സ്ഥാപനത്തിലെ ഓരോ പ്രൊസീജിയേഴ്സും പോളിസികളും അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, രൂപപ്പെടുത്തി നിയന്ത്രിച്ചു കൊണ്ടുപോകും. അതാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? കംപ്ലീറ്റ് ആയോ എല്ലാവരുടെ? ഓക്കെ ആണോ? ശരി. Then next one, how to check international hospital accreditation. ഒരു ഇന്റർനാഷണൽ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ പരിശോധിക്കാൻ പറ്റും? ഈ താഴെ കാണുന്ന ഓരോ എംബ്ലംസ് നമ്മുടെ ISQ, ഇതൊക്കെ ഓരോ നാബിന്റെ ഒക്കെ ഓരോ എംബ്ലംസ് ആണ്. അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ ഒരു സ്ഥാപനത്തില് ഇന്നൊരു അക്രഡിറ്റേഷൻ കോഡ്, ഇപ്പൊ നാബിന്റെ ആണെങ്കിൽ നാബിന്റെ അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ആ ഒരു എണ്ണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഇന്ന സ്ഥാപനത്തിലെ ഇന്ന ബോഡിയുടെ അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ അടുത്തത് സിനോണിക്സ് ഫോർ അക്രഡിറ്റേഷൻ. അക്രഡിറ്റേഷന് വേണ്ടിയുള്ള അല്ലെങ്കിൽ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട ആ ഒരു വേർഡുമായി ബന്ധപ്പെട്ട മറ്റ് പര്യായ പദങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. നമ്മൾ കുഞ്ഞു ക്ലാസ്സിലേക്ക് പഠിച്ചിട്ടുണ്ട് അല്ലെ? സിനോണിംസ്, അന്റോണിംസ് പഠിച്ചിട്ടില്ലേ? പര്യായങ്ങള്, പദങ്ങള്, വിപരീത പദങ്ങള് പഠിച്ചിട്ടില്ലേ? അപ്പൊ അതുപോലെ തന്നെ ഇവിടെ അക്രഡിറ്റേഷന്റെ അതിനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിന് പര്യായമായിട്ടുള്ള പദങ്ങൾ അല്ലെ? അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു അർത്ഥം അല്ലെങ്കിൽ ആ മീനിങ് വരുന്ന പോലെ തന്നെയുള്ള സിനോണിംസ് ആണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു 5 പേര് കണ്ടാലും നമുക്ക് എന്ത് തന്നെ മനസ്സിലാക്കാൻ പറ്റും, അത് അക്രഡിറ്റേഷന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഫസ്റ്റ് വൺ ആണ് ഓതറൈസേഷൻ, രണ്ടാമത്തതാണ് കമ്മീഷൻ, തേർഡ് വൺ ആണ് ഡെലിഗേഷൻ, ഫോർത്ത് വൺ ആണ് എംപവർമെന്റ്, ആൻഡ് ഫിഫ്ത് വൺ ആണ് ലൈസൻസ്. അപ്പൊ ഈ പറയുന്ന 5 പോയിന്റുകൾ ഒന്നൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ചോദിക്കാറുണ്ട് ഏതൊക്കെയാണ് അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട സിനോണിംസ്, ഏതൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്, ഏതാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഓതറൈസേഷൻ എന്ന് പറഞ്ഞാലും അംഗീകാരം എന്നുള്ള അർത്ഥം തന്നെയാണ് വരുന്നത്. കമ്മീഷൻ ചെയ്യുക എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് മീനിങ്. ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ അധികാരം ഏൽപ്പിക്കുക എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്.
എംപവർമെന്റ് എന്ന് പറഞ്ഞാൽ ശാക്തീകരണം എന്നുള്ള ഒരു അർത്ഥമാണ് അല്ലെ. ദെൻ ലൈസൻസ്, ഇതെല്ലാം എന്താണ് ഈ 2 ടേംസും നമ്മുടെ അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള സിനോണിംസ് അല്ലെങ്കിൽ പര്യായ പദങ്ങളായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? അവർ 5 പേരും അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ. അക്രഡിറ്റേഷന്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ പ്രയോജനങ്ങൾ എന്തെല്ലാം? There are several benefits to accreditation depending on the scheme. അപ്പൊ നമ്മുടെ ഏത് സ്കീമാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഓരോ ഇൻട്രസ്റ്റിക്കും അതിന്റെ അനുസരിച്ചുള്ള സ്കീംസ് അവൈലബിൾ ആണ്. അപ്പൊ ഏത് സ്കീമാണോ നമ്മൾ അവൈലബിൾ ആക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ആ സ്കീമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പലതരത്തിലുള്ള ബെനിഫിറ്റ് നമുക്ക് ഈ ഒരു അക്രഡിറ്റേഷൻ നേടുന്നത് വഴി കിട്ടുന്നുണ്ട്. ഇൻ ജനറൽ ഇറ്റ് ഷോസ് ദാറ്റ് ദ ഓർഗനൈസേഷൻ ടേക്സ് ദെയർ റെസ്പോൺസിബിലിറ്റി സീരിയസ്ലി. അപ്പൊ ഒന്നാമത്തെ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു അക്രഡിറ്റേഷൻ കിട്ടിയ സ്ഥാപനമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു അക്രഡിറ്റേഷൻ നേടിയെടുത്തൊരു സ്ഥാപനമാണെങ്കിൽ അവിടെ എന്താണ് നമുക്ക് കാണാൻ പറ്റുക? ദ ഓർഗനൈസേഷൻ takes their responsibility seriously. അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ കുറച്ചും കൂടി ഗൗരവമായിട്ട് അല്ലെങ്കിൽ ഗൗരവപരമായിട്ട് സീരിയസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. രണ്ടാമത്തത്, this gives confidence to external regulators and customers. അത് എന്ത് ചെയ്യുന്നുണ്ട്? ബാഹ്യമായിട്ടുള്ള നമ്മുടെ ഈ ഒരു സ്ഥാപനത്തെയും നമ്മുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നതിന് വേണ്ടി എക്സ്റ്റേണൽ റെഗുലേറ്റേഴ്സ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള എക്സ്റ്റേണൽ റെഗുലേറ്റേഴ്സിനായി അവിടെ വരുന്ന കസ്റ്റമേഴ്സിനായിക്കോട്ടെ ഇതൊരു കോൺഫിഡൻസ് നൽകുന്നുണ്ട്. കാരണം അക്രഡിറ്റേഷൻ നൽകുക എന്ന് പറയുമ്പോൾ ഓൾറെഡി നമുക്ക് അറിയാം, ഒരു അക്രഡിറ്റേഷൻ കിട്ടുമ്പോൾ ആ കിട്ടുന്ന സമയം വരെ മാത്രം നമുക്ക് ഇത് പാലിച്ചാൽ പോരാ, കണ്ടിന്യൂസ് ആയിട്ട് നമ്മളത് പാലിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ആണ് വരുന്നൊരു കസ്റ്റമറിനാണെങ്കിലും ഒരു കോൺഫിഡൻസ് കൂടും അല്ലെ. കാരണം അവർ ഇവർക്കിവിടെ കൃത്യമായിട്ട് മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെങ്കിൽ അവർക്ക് അംഗീകാരം കിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു അംഗീകാരം കിട്ടിയ ഒരു സ്ഥാപനമാവും അവരവരുടേതായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും ഒക്കെ ശരിയായ സ്റ്റാൻഡേർഡിൽ നിലനിർത്തുന്നുണ്ടാവാം എന്നുള്ളൊരു പ്രതീക്ഷയും അതുമായി ബന്ധപ്പെട്ട ഒരു ആത്മവിശ്വാസവും വരുന്ന കസ്റ്റമേഴ്സിനായിക്കോട്ടെ അവരെ ബാഹ്യമായിട്ട് അവരെ നിയന്ത്രിക്കാനുള്ള എക്സ്റ്റേണൽ റെഗുലേറ്റേഴ്സിനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് അവരുടെ മുന്നിൽ അതിലൂടെ വർദ്ധിക്കുന്നുണ്ട്. മൂന്നാമത്തേതായിട്ട് പറയുന്നത്, ഇറ്റ് ക്യാൻ ലീഡ് ടു മോർ ബിസിനസ് ഓർ മോർ എൻഗേജ്മെന്റ് ആൻഡ് ക്യാൻ ഗിവ് customers or service users confidence in your standards and your ability to comply with regulations and laws. മൂന്നാമതായിട്ട് പറയുന്നത്, ഇങ്ങനെ നമ്മൾ നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ്സ് പാലിക്കുന്നുണ്ട്, നല്ല രീതിയിലുള്ള ക്വാളിറ്റിയിലുള്ള സർവീസുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ എപ്പോഴും ഒരു അക്രഡിറ്റേഷൻ വഴി നമുക്ക് മോർ ബിസിനസ് ആണ് കിട്ടാറ് അല്ലെ. ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ബിസിനസ് വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നില്ലേ? ഇല്ലേ? മറ്റു കോമ്പറ്റേറ്റീവ്, ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കോമ്പറ്റേറ്റീവ് ഫീൽഡിലുള്ള ഒരു സ്ഥാപനം തന്നെയാണ് അല്ലെ. അപ്പൊ മറ്റുള്ള ഒരു സ്ഥാപനത്തെ അപേക്ഷിച്ച് ഇപ്പൊ 5 സ്ഥാപനം എടുക്കുമ്പോൾ അതിന് ഒരു സ്ഥാപനത്തിന് അംഗീകാരം കിട്ടി, മറ്റ് 4 സ്ഥാപനങ്ങളിൽ നിന്നും കുറച്ചുകൂടി ഉയരത്തിലുള്ള പൊസിഷനിലേക്ക് ഈ ഒരു സ്ഥാപനം വന്നു അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ടും നമ്മള് ഒരു അംഗീകാരം കിട്ടിയ സ്ഥാപനത്തെയും മറ്റ് സ്ഥാപനത്തെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ആയിരിക്കും കൂടുതൽ സ്റ്റാൻഡേർഡ്സും ക്വാളിറ്റിയും ഒക്കെ കീപ്പ് ചെയ്യുന്നുള്ളത് നമുക്കൊരു ബോധ്യം ഉള്ളത് കൊണ്ട് കൂടുതൽ കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ കൂടുതൽ ബിസിനസ് കിട്ടുന്നതും ആ ഒരു സ്ഥാപനത്തിലേക്ക് തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇപ്പൊ എന്താണ് നമുക്ക് ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാം, പുറത്തുള്ള അതായത് ടൂറിസ്റ്റുകളൊക്കെ നമുക്ക് ടൂറിസ്റ്റ് ആയിട്ട് നിങ്ങൾ കണ്ടു കാണല്ലോ, വിദേശികളൊക്കെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ വന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കാൻ വരുന്നത് കണ്ടിട്ടില്ലേ? അപ്പൊ അതുപോലെ ടൂറിസ്റ്റുകളെയൊക്കെ ആണെങ്കിലും ടൂറിസ്റ്റ് പരമായിട്ടുള്ള അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെയൊക്കെ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടേക്ക് അട്രാക്ട് ചെയ്യാനും അതിലൂടെ മോർ എൻഗേജ്മെന്റ് കസ്റ്റമേഴ്സിന്റെ കൂടുതൽ ഇടപെടലുകൾ നമുക്ക് വർദ്ധിപ്പിക്കാനൊക്കെ ഈ ഒരു അക്രഡിറ്റേഷൻ വഴി ഒരു സ്ഥാപനത്തിന് സാധിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ആ ഒരു റെപ്യൂട്ടേഷൻ കുറച്ചുകൂടി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ക്യാൻ ഗിവ് കസ്റ്റമേഴ്സ് ഓർ സർവീസ് യൂസേഴ്സ് കോൺഫിഡൻസ് ഇൻ യുവർ സ്റ്റാൻഡേർഡ്സ്. അതുപോലെ തന്നെ ഇവർ അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനമായതുകൊണ്ട് തന്നെ നമ്മുടെ അവർ ഉപയോഗിക്കുന്ന നമ്മളവിടെ പാലിക്കുന്ന മാനദണ്ഡങ്ങളിലും നമ്മളവിടെ എന്താണ് കൃത്യമായിട്ടുള്ള റെഗുലേഷൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് അവിടെ പാലിക്കുന്നുണ്ട്.
അതിനുള്ള കഴിവ് ആ ഒരു സ്ഥാപനത്തിനുണ്ട് എന്നതുകൊണ്ടാണ് നമുക്ക് അംഗീകാരം കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതൊരു ആ ഒരു കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ നമ്മൾ അവിടുത്തെ സർവീസ് ഉപയോഗിക്കുന്ന ഓരോരുത്തരുടെ ഉള്ളിലും നല്ലൊരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ, നമ്മുടെ സ്ഥാപനത്തെ കുറിച്ച് വിശ്വാസവും ഒരു കോൺഫിഡൻസും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പൊ ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ പറയുന്നത് സെവറൽ ബെനിഫിറ്റ്സ്, ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മൾ ഏത് സ്കീമാണോ സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ്സ് ആണ് നമുക്ക് ഉണ്ടാവുക. ജനറലി നമുക്ക് പറയാൻ പറ്റും ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് എങ്കിൽ അവിടെ ആ ഒരു ഓർഗനൈസേഷൻ അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഏറ്റെടുക്കുകയും നടത്തുകയും ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ഇത് അവിടുത്തെ എക്സ്റ്റേണൽ റെഗുലേറ്റേഴ്സ്, അതായത് നമ്മുടെ ബാഹ്യമായിട്ട് നമുക്ക് ഒരു അംഗീകാരം കിട്ടിയാൽ പോലും നമ്മളെ നിയന്ത്രിക്കുന്ന എക്സ്റ്റേണൽ റെഗുലേറ്റേഴ്സ് ഉണ്ടാവും. അത് കൃത്യമായിട്ട് നമ്മൾ പാലിക്കുന്നുണ്ടോ, എല്ലാ സ്റ്റാൻഡേർഡ്സും മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടോ, എവിടെയെങ്കിലും പാലിക്കാതെ വരുന്നുണ്ടോ, അതൊക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള എക്സ്റ്റേണൽ റെഗുലേറ്റേഴ്സിനായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ അവിടെ വരുന്ന ഓരോ കസ്റ്റമേഴ്സിനും ആയിക്കോട്ടെ, നമ്മുടെ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ആ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട്, അതിനനുസരിച്ച് ക്വാളിറ്റിയുള്ള സർവീസുകൾ കൊടുക്കുന്നുണ്ട് എങ്കിൽ അവർക്കുടെ മനസ്സിൽ ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട്. മൂന്നാമത് പറയുന്നത് ബിസിനസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് ആളുകളുടെ ഇടപെടലുകൾ, കസ്റ്റമേഴ്സിന്റെ ഒരുപാട് ആളുകളുടെ ഇടപെടലുകൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ സർവീസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് നമ്മുടെ കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കാനുള്ള ഒരു കഴിവ് ആ ഒരു സ്ഥാപനത്തിനുണ്ട്. അല്ലെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ്സ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രാവർത്തികമാക്കുന്നുണ്ട് എന്നൊക്കെ അറിയാവുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അതിനൊരു കഴിവ് നമ്മുടെ ആ ഒരു സ്ഥാപനത്തിൽ ഉള്ളത് കൊണ്ട് ആ സ്ഥാപനത്തോടുള്ള ഒരു വിശ്വാസവും അതുപോലെ തന്നെ കോൺഫിഡൻസും ഒക്കെ വർദ്ധിപ്പിക്കാനും ഒരു അക്രഡിറ്റേഷൻ വഴി സാധിക്കുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കി. വായിച്ചു കഴിഞ്ഞ് ക്ലിയർ ആവുന്നവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വൺ ആണ് അക്രഡിറ്റേഷൻ ബോഡീസ് ഓഫ് ഹോസ്പിറ്റൽസ്. ഇപ്പൊ ഹോസ്പിറ്റലിലെ അക്രഡിറ്റേഷൻ ബോഡീസുമായി ബന്ധപ്പെട്ട് കുറച്ച് ഹിസ്റ്ററീസ് ഒക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, നോക്കിയപ്പോ അക്രഡിറ്റേഷൻ ബോഡീസ് ഓഫ് ഹോസ്പിറ്റല്, ദ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ അപ്രോച്ച് is a concept and practice that yield beneficial result to patients, customers, hospital personnel, the hospital, the faculty of medicine, the society and the country as a whole. ഈ ഒരു ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ അപ്രോച്ച് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട ഒരു സമീപനം എന്ന് പറയുന്നത് ഈസ് എ കോൺസെപ്റ്റ് ആൻഡ് എ പ്രാക്ടീസ്. ഇതൊരു എന്താണ്, ഒരു ആശയവും ഒരു രീതിയുമാണ്. ദാറ്റ് ഈൽഡ്, അത് ആർക്കൊക്കെ ബെനിഫിഷ്യൽ ആണ് അല്ലെങ്കിൽ ആർക്കൊക്കെ പ്രയോജനകരമായിട്ടുള്ള കാര്യമാണ്, ബെനിഫിഷ്യൽ റിസൾട്ട് ടു പേഷ്യൻസ്, അവിടെ വരുന്ന പേഷ്യൻസിന് പ്രയോജനമാണ് അല്ലെ. ഒരു അക്രഡിറ്റേഷൻ കിട്ടിയത് കൊണ്ട് പേഷ്യൻസിന് ബെനിഫിഷ്യൽ ആണോ? ബെനിഫിറ്റ്സ് എല്ലാം കിട്ടുന്നുണ്ടോ പേഷ്യൻസിന്? ഉണ്ട് അല്ലെ. കസ്റ്റമേഴ്സ്, അവിടെ വരുന്ന പേഷ്യൻസ് അല്ലാത്ത കസ്റ്റമേഴ്സിനും ബെനിഫിഷ്യൽ ആണ് അല്ലെ. ഹോസ്പിറ്റൽ പേഴ്സണൽ, ഹോസ്പിറ്റലിലെ ജീവനക്കാർക്ക് ബെനിഫിഷ്യൽ ആണ് അല്ലെ. ആ ഹോസ്പിറ്റലിന് ബെനിഫിഷ്യൽ ആണ്, ശരിയല്ലേ? അതുപോലെ ദ ഫാക്കൽറ്റി ഓഫ് മെഡിസിൻ, മെഡിസിനുമായി ബന്ധപ്പെട്ട ഫാക്കൽറ്റീസിന് അവിടെ ടീച്ചിങ് ആൻഡ് കാര്യങ്ങൾ, എഡ്യൂക്കേഷൻസ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക്, അതുപോലെ നമ്മുടെ സൊസൈറ്റിക്ക് ബെനിഫിഷ്യൽ ആണ്, ശരിയാണ് അല്ലെ. ആൻഡ് ദ കൺട്രി, നമ്മുടെ രാജ്യത്തിന് മൊത്തത്തില് അല്ലെ, മൊത്തത്തില് നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ സൊസൈറ്റിക്ക്, നമ്മുടെ ഫാക്കൽറ്റി ഓഫ് മെഡിസിനുമായി ബന്ധപ്പെട്ട ഫാക്കൽറ്റിക്ക്, ആ ഹോസ്പിറ്റലിന്, ആ ഹോസ്പിറ്റലിലെ ജീവനക്കാർക്ക്, അവിടെ വരുന്ന കസ്റ്റമേഴ്സിന്, പേഷ്യൻസിന് മുതലായ എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആശയവും രീതിയുമാണ് ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ അപ്രോച്ച് എന്ന് പറയുന്നത്.
ക്ലിയർ ആണോ? അതിൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ആളുകളെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നമ്മൾ ഓൾറെഡി ഇനി അക്രഡിറ്റേഷന്റെ ബെനിഫിറ്റ്സ് പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോരുത്തരുടെയും ബന്ധപ്പെട്ട് അവിടുത്തെ സ്റ്റാഫുകളുടെ പേഷ്യൻസിന്റെ എന്തൊക്കെയാണ് ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ ഡിപ്ലോമയിൽ കുറച്ച് പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ബെനിഫിറ്റ്സ് പഠിച്ചില്ലേ നമ്മൾ കുറച്ച് പഠിച്ചിട്ടുണ്ട്. അത് തന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇവിടെയും പഠിക്കുന്നുണ്ട് കേട്ടോ. ചില കാര്യങ്ങളൊക്കെ നമുക്ക് പഴയത് തന്നെ നമ്മൾ ഡിപ്ലോമയിൽ പഠിച്ചതിന് റിപ്പീറ്റ് ചെയ്തൊക്കെ വരുന്നുണ്ട് കേട്ടോ. കുറച്ചൊക്കെ എളുപ്പമായിരിക്കും. എന്നാൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഈ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡ്സിലേക്ക് വരുമ്പോഴും അതിനനുസരിച്ചിട്ടുള്ള കുറച്ചും കൂടി എക്സ്പാൻഡഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഹിസ്റ്ററി നോക്കാം. ക്ലിയർ അല്ലേ ഇത്? ഓക്കെ, then ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് പറയുന്നത് in 1917 the American College of Surgeons established a set of minimum standards for hospitals. അപ്പൊ 1917 അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് established a set of minimum standards for hospital. അപ്പൊ അന്ന് ആളുകൾ, അതായത് 1917 എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി കാലങ്ങൾ മുന്നാണ് അല്ലെ? അപ്പൊ ആ സമയത്ത് ഈ പറയുന്ന പോലെ ഹോസ്പിറ്റൽസിന് അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സ്റ്റാൻഡേർഡ്സോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ 1917 കാലഘട്ടമായപ്പോ അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് ആണ് ആദ്യമായിട്ട് എ സെറ്റ് ഓഫ് മിനിമം സ്റ്റാൻഡേർഡ്സ്, ഒരു കൂട്ടം മാനദണ്ഡങ്ങൾ, വളരെ മിനിമത്തിലുള്ള അല്ലെ, ഒരു കൂട്ടം മിനിമം മാനദണ്ഡങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തത് അല്ലെങ്കിൽ സ്ഥാപിച്ചത് അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് ആയിരുന്നു 1917. അതിനുശേഷം 1951 1951 the American College of Surgeons joined with several other professional associations to form the Joint Commission on Accreditation of Hospital. 1951 ഈ അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസും അതിന്റെ കൂടെ ചില പ്രൊഫഷണൽ അസോസിയേഷൻസും കൂടി ഒരുമിച്ച് ജോയിൻ ചെയ്തുകൊണ്ട് അവരെന്ത് രൂപപ്പെടുത്തൽ ഫോം ചെയ്തു? ദ ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് രൂപപ്പെടുത്തി ഫോം ചെയ്തു. അപ്പൊ മനസ്സിലായി? രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഹിസ്റ്ററി ആയിട്ട് പറയുന്നത്. 1917 അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് ആണ് എ സെറ്റ് ഓഫ് മിനിമം സ്റ്റാൻഡേർഡ്സ് ആണ് കേട്ടോ. ഇപ്പോൾ ഉള്ള പോലെയുള്ള എല്ലാ സ്റ്റാൻഡേർഡ്സും ഒന്നും ഉൾപ്പെടുത്താതെ ഒരു ഹോസ്പിറ്റൽ പ്രവർത്തിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു കൂട്ടം മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് മനസ്സിലാക്കുകയും ആ ഒരു സെറ്റ് ഓഫ് മിനിമം സ്റ്റാൻഡേർഡ്സ് സ്ഥാപിക്കുകയും അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്തത് 1917 അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് ആയിരുന്നു. അതിനുശേഷം 1951 ആയപ്പോഴേക്കും ഈ അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസും അവരുടെ കൂടെ ചില പ്രൊഫഷണൽ അസോസിയേഷൻസും കൂടി ഒരുമിച്ച് ജോയിൻ ചെയ്ത് എന്ത് ഫോം ചെയ്തു? ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് രൂപപ്പെടുത്തി. ക്ലിയർ ആണോ? രണ്ടെണ്ണം മനസ്സിലായോ? ഇത് രണ്ടും ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്തയിലേക്ക് പോവാം കേട്ടോ. Then third one, 30 years later, ഒരു 30 വർഷത്തിന് ശേഷം this voluntary accrediting body changed its name to the Joint Commission on Accreditation of Healthcare Organizations to more accurately reflect the scope of health service evaluation. ഇവിടെ Joint Commission on Accreditation of ഹോസ്പിറ്റൽസ് എന്നായിരുന്നു അല്ലെ? പേരൊന്ന് ശ്രദ്ധിക്കണേ. ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽ എന്നായിരുന്നു നമ്മുടെ ആദ്യത്തെ പേര് അല്ലെ? ആണോ? അവിടെ വരെയും നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത്, ശരിയല്ലേ? എന്നാൽ ഒരു 30 വർഷം കഴിഞ്ഞ് കഴിയുമ്പോ ഈ വോളണ്ടറി അക്രഡിറ്റിംഗ് ബോഡി അവരുടെ പേര് മാറ്റി. എന്ത് മാറ്റി? എന്ത് വ്യത്യാസമാണ് പേരിൽ വന്നിരിക്കുന്നത് എന്ന് പറയാമോ? എന്ത് വ്യത്യാസം വന്നിരിക്കുന്നത്? ഇല്ല, എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? അതോ ഒരുപോലെയാണോ? എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? എന്താണ് പറഞ്ഞത്? ഹോസ്പിറ്റൽസ് എന്നതിന് പകരം ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് എന്നായി അല്ലെ? അതല്ലേ അവിടെ വ്യത്യാസം? ആണോ? അപ്പൊ ആദ്യം നമ്മുടെ ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് എന്നായിരുന്നു. എന്നാൽ ഒരു 30 വർഷം കഴിഞ്ഞപ്പോ ആ വോളണ്ടറിലി അക്രഡിറ്റിംഗ് ആയിട്ടുള്ള സമയത്ത് അക്രഡിറ്റിംഗ് ചെയ്യുന്ന ആ ഒരു ബോഡിയുടെ പേര് അവർ ചേഞ്ച് ചെയ്തു. ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്നാക്കി. കാരണം ഒരു ഹോസ്പിറ്റലിന്റെ അക്രഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ മാത്രമല്ലേ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ
അല്ലെ? ആ ഒരു പേര് അതിന്റെ അർത്ഥമാക്കുന്നത്. അതെ. പക്ഷെ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോ ഹോസ്പിറ്റൽ മാത്രമേ അതിൽ വരുള്ളൂ. അതിൽ ഹോസ്പിറ്റൽ മാത്രമാണോ വരുന്നത്? അല്ല, അല്ലെ? ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു സ്ഥാപനത്തെയും നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ പറ്റും, അല്ലെ? ഇവിടെ അതാണ് രണ്ടാമത് അങ്ങനെ അവർ പേര് മാറ്റാനുള്ള ഒരു കാരണം to more accurately reflects its scope of health service evaluation. ഈ പറയുന്ന ഹെൽത്ത് സർവീസുമായി ബന്ധപ്പെട്ട ഇവാലുവേഷൻസ് അല്ലെങ്കിൽ വിശകലനം നടത്തുന്നത് അല്ലെങ്കിൽ മൂല്യനിർണ്ണയം നടത്തുന്നത് അവർ ആ ഒരു വ്യാപ്തി കൂടുതൽ റിഫ്ലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു പേര് അവർ ചേഞ്ച് ചെയ്തത്. അപ്പൊ അവർ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമല്ലോ, ഹോസ്പിറ്റല് മാത്രമല്ല അവർ ആ ഒരു അക്രഡിറ്റേഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ ആ ഒരു മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് മൂല്യനിർണ്ണയം നടത്തുന്നത്, മറിച്ച് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിനെ ഉടനീളം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇവാലുവേഷൻ പ്രോസസ് ആണ് അവര് വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു പേര് എന്ത് ചെയ്തു? ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽ എന്നത് ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്നാക്കി മാറ്റി. ക്ലിയർ ആണോ? മൂന്നാമത്തെ സെന്റൻസ് ഡിഫറൻസ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അറിയാം, മനസ്സിലാവും കേട്ടോ. അപ്പൊ ചെറിയൊരു വ്യത്യാസമേ വന്നിട്ടുള്ളൂ, അത് അവരുടെ കൂടുതൽ സ്കോപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നാലാമത്തത് നമ്മുടെ JCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞത്. അടുത്തത് നാബുമായി ബന്ധപ്പെട്ടാണ്. NAB accreditation system was established in 2006 as a constant of Quality Council of India. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ? QCA ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട്, അതൊന്ന് നോട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഏത് വർഷമാണ് NAB എസ്റ്റാബ്ലിഷ് ചെയ്തത് അതും ചോദിക്കാറുണ്ട് കേട്ടോ. The NAB accreditation സംവിധാനം was established in 2006. 2006 അത് സ്ഥാപിതമായത്. അത് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് QCA എന്താണെന്നുള്ളത് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാമേ. QCA അല്ലെങ്കിൽ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു ഘടക ബോർഡായിട്ട് 2006 സ്ഥാപിതമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് NAB accreditation സംവിധാനം എന്ന് പറയുന്നത്. The first edition of standards was released in 2006. അപ്പൊ അതിന്റെ ആദ്യത്തെ സ്റ്റാൻഡേർഡ്സിന്റെ എഡിഷൻ 2006 പുറത്തിറങ്ങിയത്. After that the standards have been revised every 3 years. അപ്പൊ ഓരോ 3 വർഷം കൂടുമ്പോൾ ഇത് പുതുക്കുന്നുണ്ട്. എന്നാൽ പോലും currently the 5th edition of NAB standard released in ഏത് വർഷമാണ് നിങ്ങൾ പഠിച്ചത്? ഓഗസ്റ്റ് ആണോ പഠിച്ചിരുന്നത്? വ്യത്യാസം ഉണ്ടോ അതില്? ഏപ്രിലാണ് കേട്ടോ. ഏപ്രിൽ 2020 ആണ്. നമ്മുടെ ഡിപ്ലോമയിലൊക്കെ നമ്മൾ പഠിച്ച ഏപ്രിൽ തന്നെയാണെന്നാണ് അല്ലെ? ഏപ്രിൽ തന്നെയല്ലേ പഠിച്ചത്? ഓർക്കുന്നുണ്ടോ? ഓക്കെ, ഏപ്രിൽ 2020 ആണ്. അതൊന്ന് കറക്റ്റ് ചെയ്തേക്കണം കേട്ടോ. ഓഗസ്റ്റ് അല്ല, ഏപ്രിൽ 2020 ആണ് കേട്ടോ. അപ്പൊ ഏപ്രിൽ 2020 5th എഡിഷൻ ആണെങ്കിൽ പോലും ഇപ്പൊ പ്രസന്റ് 5th എഡിഷൻ ആണോ? 5th എഡിഷൻ ആണ് ഇപ്പോ? ആണോ? 2020 അത് വരുന്നത്. ഇപ്പൊ ഒരു 3 വർഷം കഴിഞ്ഞപ്പോ 6th എഡിഷൻ ആണ് കേട്ടോ. 6th എഡിഷൻ ആണ്. പക്ഷെ നമ്മുടെ ഈ ഒരു ബുക്ക് ഉണ്ടാക്കിയ സമയത്തുള്ള ആ ഒരു കാലഘട്ടത്തെയാണ് അവർ കൂടുതലും പരാമർശിക്കുന്നത് കൊണ്ട് തന്നെ 5th എഡിഷൻ അതുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതൊന്നും നിങ്ങൾ നോക്കൊന്നും വേണ്ട. അത് ജസ്റ്റ് 5th എഡിഷൻ 6th എഡിഷൻ ഒന്നും ചോദിക്കാറൊന്നുമില്ല കേട്ടോ. അപ്പൊ NABന്റെ ഏത് വർഷമാണ് അത് സ്ഥാപിതമായത്? അത് QCAയുടെ ഘടക ബോർഡായിട്ടാണ് സ്ഥാപിതമായത്. QCAയുടെ എക്സ്പാൻഡ് ഫോം. അതുപോലെ തന്നെ എത്ര വർഷം കൂടുമ്പോഴാണ് NAB റിവൈസ് ചെയ്യുന്നത്, അത്രയും മാത്രം പഠിച്ചു വെക്കാം. ഓക്കെ, അതുപോലെ തന്നെ JCAയുടെ കാര്യം നിങ്ങൾ നോക്കേണ്ടത്. JCAയുടെ 1917 ഏത് അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് ആണ് ഒരു സെറ്റ് ഓഫ് മിനിമം സ്റ്റാൻഡേർഡ്സ് സ്ഥാപിച്ചതെന്ന് മനസ്സിലാക്കുക. ഇനി 1951 അമേരിക്കൻ കോളേജ് ഓഫ് സർജനും കുറച്ച് സെവറൽ പ്രൊഫഷണൽ അസോസിയേഷനും കൂടി ചേർന്ന് ഉണ്ടാക്കിയതിന്റെ പേര്, ആ പേരിനുള്ള വ്യത്യാസം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽ എന്നായിരുന്നു. അതൊരു 30 വർഷത്തിന് ശേഷം ആ വോളണ്ടറി അക്രഡിറ്റിംഗ് ബോഡി അതിന്റെ പേര് ചേഞ്ച് ചെയ്ത് ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്നാക്കി മാറ്റി. അതൊരു കഥ പോലെ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇത്രയും വേഗം ഒന്ന് വായിച്ചു നോക്കിയേ.
വോയിസ് ടൈം ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ഡിപ്ലോമയില് 4 years എന്നാണ്. പക്ഷെ നമ്മുടെ ഈ ഒരു നാബിന്റെ ആണെങ്കിലും അതുപോലെ തന്നെ JCA ഒക്കെ ആണെങ്കിലും ഉണ്ടല്ലോ, നമുക്ക് 4 years വരെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് ഓരോ സ്ഥാപനത്തിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു 3 വർഷം അല്ലെങ്കിൽ ഇപ്പൊ 3 വർഷം കൂടും. സാധാരണ ഒരു ഹോസ്പിറ്റൽസ് ഒക്കെ ആണെങ്കിൽ 3 വർഷം കൂടുമ്പോൾ റിവൈസ് ചെയ്യെങ്കിലും 4ാമത്തെ വർഷമാണ് പ്രാബല്യത്തിൽ വരുന്നത്. അതുകൊണ്ടാണ് അവിടെ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് കേട്ടോ. അതുപോലെ ഇപ്പോ എല്ലാ സ്ഥാപനങ്ങളിലും 3 വർഷം തന്നെ ആയിരിക്കണം എന്നില്ല. അപ്പൊ ചെറിയ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അധികം ഡിപ്പാർട്ട്മെന്റുകൾ ഇല്ലാത്ത സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അപ്പൊ അവർക്കൊക്കെ ഇപ്പോ അതുപോലെ തന്നെ ഇപ്പൊ ലബോറട്ടറികളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ചെറിയ സർവീസുകൾ കൊടുക്കുന്ന സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ 2 വർഷമൊക്കെയാണ് അവര് ലാബ് കൊടുക്കാറ്, ഈ ഒരു അക്രഡിറ്റേഷന്റെ ആ ഒരു വാലിഡിറ്റി കൊടുക്കാറ് കേട്ടോ. അപ്പൊ അങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. അത് എല്ലാ വലിയ ഓൾമോസ്റ്റ് ഒരു വലിയ നല്ല രീതിയിലുള്ള സർവീസുകളും ഡിപ്പാർട്ട്മെന്റുകളും ഒക്കെ ഉള്ള ഒരു സ്ഥാപനമാണെങ്കിൽ അവർക്കൊരു 4 വർഷത്തെ വാലിഡിറ്റിയുള്ള സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ആ ഒരു 4 വർഷം കഴിയുമ്പോൾ അവർക്ക് അടുത്തതിന് റിന്യൂ ചെയ്യാനുള്ളത്. അപ്പൊ അതിൽ ഓരോ 3 വർഷം കൂടുമ്പോഴും നമ്മൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, റിവൈസ് ചെയ്യുന്നത്. അവർ സ്റ്റാൻഡേർഡ്സ് റിവൈസ് ചെയ്യും, പക്ഷെ അത് പ്രാബല്യത്തിൽ വരുന്നത് 4ാമത്തെ വർഷമായിരിക്കും. റിവൈസ് ചെയ്യുന്നത് ആ ഒരു വർഷം നമുക്ക് ആ ഒരു വർഷത്തിന്റെ അവസാനത്തോടുകൂടി റിവൈസ് ചെയ്യാനായിട്ട് ആരംഭിക്കും. അത് ആ ഒരു അടുത്ത വർഷമേ പ്രാബല്യത്തിൽ വരുള്ളൂ. അതുകൊണ്ടാണ് 4 വർഷത്തെ വ്യത്യാസം, 4 വർഷം എന്നുള്ളൊരു വ്യത്യാസം കാണുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ, ശരി. Then, in addition to hospital, the body evaluated long-term care facilities like the home health agencies, hospices, pharmacies, managed care organization and health care network. For hospitals in പുറമെ ഈ പറയുന്ന അക്രഡിറ്റേഷൻ ബോഡീസ് ഇവാലുവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മൂല്യനിർണ്ണയം നടത്തുന്ന കുറച്ച് ലോങ് ടേം ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചായിരിക്കും ഹോം ഹെൽത്ത് ഏജൻസി അല്ലെ, നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ ഹോമുമായി ബന്ധപ്പെട്ട സർവീസുകൾ കൊടുക്കുന്ന കുറെ ഏജൻസികളുണ്ട് അല്ലെ, ഹോം കെയറിന് കൊടുക്കുന്ന ഏജൻസികളുണ്ട് അല്ലെ. അതുപോലെ ഹോസ്പൈസസ്, പാലിയേറ്റീവ് കെയർ പോലെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, ഫാർമസികള്, മാനേജ്ഡ് കെയർ ഓർഗനൈസേഷൻസ്, ഇതുപോലെ തന്നെ പരിചരണം കൊടുക്കുന്ന കൃത്യമായിട്ട് പരിചരണത്തെ മാനേജ് ചെയ്യുന്ന കുറെ ഓർഗനൈസേഷൻസ് ഉണ്ട്, ഹെൽത്ത് കെയർ നെറ്റ്വർക്ക് അല്ലെ, ആരോഗ്യ മേഖലയിലുള്ള ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ കുറെ ശൃംഖലകളുണ്ട്. അപ്പൊ ഇതിലെല്ലാം അതായത് ഒരു ഹോസ്പിറ്റലിൽ മാത്രം ഉദ്ദേശിക്കേണ്ട, ഹോസ്പിറ്റലിന് പുറമെ ലോങ് ടേം ആയിട്ടുള്ള കെയറുകൾ കൊടുക്കുന്ന ഹോം കെയർ ഒക്കെ കൊടുക്കുന്ന രീതിയിലുള്ള ഹോം ഹെൽത്ത് ഏജൻസികളാവാം, ഹോസ്പൈസസ് പാലിയേറ്റീവ് കെയറുകൾ കൊടുക്കുന്ന പോലെയുള്ള സർവീസ് കൊടുക്കുന്ന ഏജൻസികളാവാം, ഫാർമസീസ് ആവാം, അല്ലെങ്കിൽ മാനേജ്ഡ് കെയറോ മറ്റു രീതിയിലുള്ള കെയറോ കാര്യങ്ങളോ കൊടുക്കുന്ന ഓർഗനൈസേഷൻസ് ആവാം, ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ ശൃംഖലകളുമായി ബന്ധപ്പെട്ടൊക്കെ ഇവാലുവേഷൻസ് അല്ലെങ്കിൽ മൂല്യനിർണ്ണയങ്ങൾ നടത്തി അംഗീകാരങ്ങൾ ഈ പറയുന്ന ബോഡീസ് നൽകാറുണ്ട്. ജസ്റ്റ് അതിന്റെ പേരുകളൊന്നും മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. അടുത്തത് ഡ്രൈവിംഗ് ഫാക്ടേഴ്സ് ഫോർ അക്രഡിറ്റേഷൻ. ഒരു അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള ഡ്രൈവിംഗ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അത് സംഭവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ് താഴെ പറയുന്നത്. ഇത് ഓരോ ആക്ട് ആണ് ആദ്യം പറയുന്നത്. അതിൽ നിങ്ങൾ കുറച്ച് നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും. ഫസ്റ്റ് ആക്ട് നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. പഠിച്ചിട്ടില്ലേ? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്താണ് ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്? എന്താണ് ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്? പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈവ് ചെയ്തിട്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഓർക്കുന്നില്ലേ? കൺസ്യൂമേഴ്സിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമമാണ്. ശരിയാണ്. അപ്പൊ 1986 നമ്മുടെ പാർലമെന്റില് പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും എന്ത് തന്നെയാണ്? ഒരു കൺസ്യൂമറിന്റെ അല്ലെങ്കിൽ ഉപഭോക്താക്കളുടെ ശരിയായ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക അല്ലെ, അതിനു വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ള ഒരു നിയമമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഈ പറയുന്ന ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടും ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന് ഒരു പ്രാബല്യമുണ്ട് അല്ലെ, അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു പ്രാധാന്യമുണ്ട് അല്ലെ. അവിടെ വരുന്നതും ഏതൊരു പേഷ്യന്റ് എന്ന് പറയുന്നതും അവിടെ ആരാണ്? ഉപഭോക്താവാണ് അല്ലെ? ആണോ?
ഉപഭോക്താവല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ എന്തെങ്കിലും, അതായത് പ്രതിഫലം നൽകി ഒരു ഉപഭോക്താവ് എന്തൊരു സേവനം അല്ലെങ്കിൽ എന്തൊരു സാധനം അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ അവരത് സ്വന്തമാക്കുമ്പോൾ ആ സർവീസിനോ പ്രൊഡക്റ്റിനോ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഈ ഒരു നിയമമാണ് ആ ഒരു ഉപഭോക്താവിനെ എന്ത് ചെയ്യുന്നത്, സംരക്ഷണം നൽകുന്നത്. അല്ലെ? ഇപ്പൊ നമുക്ക് ഒരു സർവീസ് എടുത്തു, ആ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല, നമുക്ക് ശരിയായ രീതിയിലുള്ള നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള സർവീസ് അല്ല നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, അതിന് പകരമായിട്ട് പ്രതിഫലം നൽകിയിട്ടുണ്ട്. അല്ലെ? ഒരു എമൗണ്ട് നമ്മൾ കൊടുത്തിട്ടാണല്ലോ നമ്മൾ സർവീസ് ആണെങ്കിലും പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പൊ അതിന് പകരമായിട്ട് നമ്മൾ ഒരു പ്രതിഫലം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയ സർവീസോ പ്രൊഡക്റ്റോ അതിലെന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നിയമം വഴി നമുക്ക് അതിനുള്ള സംരക്ഷണം കിട്ടുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഇപ്പൊ ഒരു ഉപഭോക്താവ് എന്നുള്ള രീതിയിൽ ഹോസ്പിറ്റൽസിലും ഈ ഒരു നിയമം എന്ത് ചെയ്യുന്നുണ്ട്, വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ പറയുന്നത്. രണ്ടാമത്തത് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്. എന്തായിരിക്കും ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്? നിങ്ങൾ ഈ പേരുകൾ മാത്രം പഠിച്ചാൽ മതി ട്ടോ. അതിൽ 1-2 എക്സ്പാൻഡ് ഫോം പറയുന്നുണ്ട്, അത് വെച്ച് പറഞ്ഞുതരാം. അപ്പൊ ഒന്ന് എഴുതി വെച്ചാൽ മതി. ജസ്റ്റ് ഈ പേരുകൾ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. എന്താണെന്ന് വെച്ച് പറഞ്ഞു തരുന്നതാണ്. എന്താണ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് ഉദ്ദേശിക്കുന്നത്? ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് പറയുമ്പോൾ ക്ലിനിക്കൽ സ്ഥാപനങ്ങൾ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താ? എന്താണ് ഒരു ക്ലിനിക്കൽ സ്ഥാപനങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മുടെ ഒരു ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു പേഷ്യൻസിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് വരുന്ന സ്ഥാപനങ്ങളെല്ലാം, അല്ലെ? ഒരു ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അവർക്ക് കൊടുക്കുന്ന കെയറുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്ന എല്ലാ സ്ഥാപനങ്ങളെയും നമുക്ക് ക്ലിനിക്കൽ സ്ഥാപനങ്ങൾ എന്ന് വിളിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ക്ലിനിക്കൽ സ്ഥാപനങ്ങളുടെ അതിന്റെ രജിസ്ട്രേഷൻ, അപ്പൊ നമുക്ക് പറയാം ഒരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു ലബോറട്ടറിയോ അല്ലെങ്കിൽ ഒരു ഫാർമസിയോ ഒക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അങ്ങ് വെറുതെ തുടങ്ങാൻ പറ്റുമോ? സാധാരണ ഒരു ഷോപ്പ് തുടങ്ങുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് തുടങ്ങാൻ പറ്റില്ല, അല്ലെ? കൃത്യമായ രജിസ്ട്രേഷൻസ് വേണം, ശരിയല്ലേ? അപ്പൊ കൃത്യമായ രജിസ്ട്രേഷൻസ് വേണം, കൃത്യമായിട്ടുള്ള നിയന്ത്രണത്തോടു കൂടി ആയിരിക്കണം അത് നടത്തേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുന്ന ഒരു നിയമമാണ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് പറയുന്നത്. രാജ്യത്തെ എല്ലാ ക്ലിനിക്കൽ സ്ഥാപനങ്ങളുടെയും രജിസ്ട്രേഷൻ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളൊക്കെ ഉറപ്പുവരുത്തുന്ന ഒരു നിയമമാണ് നമ്മുടെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് പറയുന്നത്. ഇവിടെയും അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടും ഈ ഒരു നിയമത്തിന് പ്രാധാന്യം, അല്ലെ? കാരണം ഈ ഒരു നിയമത്തില് കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് കൃത്യമായി നിയന്ത്രണത്തിലൂടെ ആയിരിക്കും ആ സ്ഥാപനങ്ങൾ പോകുന്നത്. അത് കൃത്യമായിട്ടുള്ള ഒരു മിനിമം സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം അത് പോകേണ്ടത്. ഈ ഒരു നിയമത്തിലും പറയുന്നത് കൊണ്ട് തന്നെ അത് നമ്മുടെ എന്താണ് അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ടും വളരെ പ്രാധാന്യമുള്ള ഒരു നിയമം കൂടിയാണ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഇൻഷുറൻസ് കമ്പനീസ് റെഗുലേഷൻ ആക്ട്. കേട്ടിട്ടുണ്ടോ? ഇത് പഠിച്ചിട്ടില്ലേ നിങ്ങൾ? ഇൻഷുറൻസ് കമ്പനീസ് റെഗുലേഷൻ ആയിട്ട് IRD ആക്ട് പഠിച്ചിട്ടില്ലേ? ഓക്കെ, എന്താണ് ആ ഒരു ആക്ടിന്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനീസ് റെഗുലേഷൻ ആക്ട് അല്ലെങ്കിൽ IRD ആക്ട് എന്ന് പറയാം ഈ ഒരു നിയമത്തെ? എന്താണ് ആ ഒരു നിയമത്തിന്റെ പ്രത്യേകത? എന്താണ് ആ ഒരു നിയമത്തിന്റെ പ്രത്യേകത? ഡിപ്ലോമയിൽ പഠിച്ചതൊക്കെ അവിടെ വെച്ചിട്ട് പോന്നോ? മറന്നുപോയോ? ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ട, അല്ലെ? ഇൻഷുറൻസ് കമ്പനീസിന്റെ രജിസ്ട്രേഷൻ, അതിന്റെ നിയന്ത്രണം അല്ലെങ്കിൽ റെഗുലേഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു നിയമത്തിൽ പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത്, അല്ലെ? അതുപോലെ തന്നെ ഇൻഷുറൻസ് കവറേജ്, അല്ലെ? പോളിസി ഉടമകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, അതുമായി ബന്ധപ്പെട്ട് അവർക്ക് നല്ല രീതിയിൽ ഇൻഷുറൻസ് കവറേജുകൾ കിട്ടുക, ക്ലെയിമുമായി ബന്ധപ്പെട്ട് വേഗത്തിൽ തീർപ്പാക്കുന്ന കാര്യങ്ങൾ ഉറപ്പുവരുത്തുക, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഇൻഷുറൻസ് വ്യവസായവുമായി ബന്ധപ്പെട്ട ശരിയായ വളർച്ചയ്ക്കും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള അതുപോലെ പരാതി പരിഹാരങ്ങളൊക്കെ ഫലപ്രദമായ രീതിയിൽ നൽകുന്നതിന് വേണ്ടിയും അവിടുത്തെ പോളിസി ഉടമകളുടെ എല്ലാ താല്പര്യങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും രജിസ്ട്രേഷനുമായി ഒക്കെ ബന്ധപ്പെട്ട് നമ്മൾ എന്താണ് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്താണ് സ്ഥാപിതമായിട്ടുള്ള ഒരു നിയമമാണ് ഇൻഷുറൻസ് കമ്പനീസ് റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതും നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഒരു പ്രാധാന്യമുള്ള നിയമം തന്നെയാണ്. നാലാമത്തതാണ് എംപാനൽമെന്റ് ബൈ CGHS, ECHS ആൻഡ് കോർപ്പറേറ്റ് എക്സെട്ര. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ.
അതില് CGHS എന്താണ്, ECHS എന്താണ്, അതിന്റെ എക്സ്പാൻഡഡ് ഫോംസ് ചോദിക്കാറുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. മിസ് പറയുമ്പോൾ ഒന്ന് എഴുതി വെക്കാം. എല്ലാവർക്കും അങ്ങനെ ഫെമിലിയർ ആയിരിക്കണം എന്നില്ല. CGHS എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് എഴുതി വെച്ചോട്ടോ. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം. CGHS നെയാണ് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഭാഗമാണ് കേട്ടോ. ഇതിന്റെ രണ്ടിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് സാധാരണയായി ചോദിച്ചു കണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ആയത് ഡ്രൈവിംഗ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്ന് ചോദിക്കാം. അപ്പൊ അതിൽ ഇൻക്ലൂഡഡ് ആയത് ഏത്, അല്ലെങ്കിൽ ഉള്ളത് ഏതാണ്, അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏതാണ്, ആ പേരുകൾ മാത്രമേ കൊടുക്കാറുള്ളൂ. ഇതിലല്ലാതെ എടുത്ത് ചോദിക്കുന്ന രണ്ട് ക്വസ്റ്റ്യൻ ഇതാണ്. CGHS-ന്റെ എക്സ്പാൻഡഡ് ഫോം എന്താണ്, ECHS-ന്റെ എക്സ്പാൻഡഡ് ഫോം എന്താണ്. അതിൽ CGHS എന്ന് പറയുന്നത് എന്താ, സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം. കിട്ടിയോ, എഴുതിയോ അത്? നെക്സ്റ്റ് പറയട്ടെ. ECHS എന്ന് പറഞ്ഞാൽ എക്സ് സർവീസ്മാൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം. എക്സ് സർവീസ്മാൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം. എക്സ് സർവീസ്മാൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം. ex-serviceman contributory health scheme. Ex-serviceman contributory health scheme. Okay. രണ്ടെണ്ണം നോക്കി വെക്കണം കേട്ടോ. ചോദിക്കാറുണ്ട് എക്സ്പാൻഡഡ് ഫോം. എഴുതിയോ? എല്ലാവർക്കും കിട്ടിയല്ലോ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ, ഇനി എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ CGHS ആണെങ്കിലും ECHS ആണെങ്കിലും രണ്ടും ആ ഒരു പേരിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കറിയാം ഇപ്പോ ഈ സെൻട്രൽ ഗവൺമെന്റില് ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക്, അല്ലെങ്കിൽ അവിടുത്തെ റിട്ടയർഡ് ആയിട്ടുള്ള സിവിലിയൻസ്, അല്ലെങ്കിൽ അവിടുത്തെ പെൻഷനേഴ്സിന്, അല്ലെങ്കിൽ അവരുടെ ഡിപ്പെൻഡൻസിനൊക്കെ ചില ഹെൽത്ത് സ്കീമുകൾ അവൈലബിൾ ആണ്. അറിയോ അത്? നമ്മുടെ സാധാരണക്കാരെ പോലെയല്ല. ഒരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആണ്, അവരുടെ റിട്ടയർഡ് ആയിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ പെൻഷനർ ആണ്, അവരുടെ ഡിപ്പെൻഡൻസിനൊക്കെ ചില ഹെൽത്ത് സ്കീമുകൾ അവൈലബിൾ ആണ്. അത് തന്നെയാണ് ഈ CGHS എന്ന് പറയുന്നത്, സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആരൊക്കെ വേണ്ടിയിട്ടാണ്? റിട്ടയർഡ് ആയിട്ടുള്ള ഈ സെൻട്രൽ ഗവൺമെന്റ് റിട്ടയർഡ് ആയിട്ടുള്ള ആളുകൾ, പെൻഷനേഴ്സ്, നിലവിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ, അവരുടെ ഡിപ്പെൻഡൻസ്, അവരെ ആശ്രിതമായിട്ടുള്ള ആളുകൾ, ഇത്രയും ആളുകളെയാണ് ആ ഒരു സ്കീമിൽ ഉൾപ്പെടുത്തുക. അല്ലാതെ വേറെ ആരെയും ഉൾപ്പെടുത്തില്ല. ആ ഒരു സ്കീമിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് ആ സ്കീം പ്രകാരമുള്ള എല്ലാ തരത്തിലുള്ള ഹെൽത്ത് സർവീസുകളും പ്രത്യേകമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്നാണ് കൊടുക്കുക. എല്ലാ ഹോസ്പിറ്റലിൽ നിന്നും അവർക്ക് കിട്ടില്ല അല്ലേ? അതെ, ആർമിയുടെ, അതാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് കേട്ടോ. ECHS ആർമിയുടെ ഒക്കെയാണ്. അപ്പൊ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും കിട്ടില്ല. ചില പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത സ്ഥാപനങ്ങളിലാണ് അവർക്ക് ഈ സർവീസുകൾ ലഭ്യമാവുക. അപ്പൊ അതുപോലെ തന്നെ ECHS എന്ന് പറഞ്ഞാൽ എക്സ് സർവീസ്മാൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം. അതായത് റിട്ടയർഡ് ആയിട്ടുള്ള മിലിറ്ററി പേഴ്സണൽസ്, ആർമിയിൽ നിന്നോ നേവിയിൽ നിന്നോ അല്ലെങ്കിൽ എയർഫോഴ്സിൽ നിന്നോ ഒക്കെ റിട്ടയർഡ് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള മിലിറ്ററി പേഴ്സണൽസ്, കൂടുതലായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഡിപ്പെൻഡൻസിന്, അവരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇപ്പൊ നിലവിൽ പ്രസന്റ് ആയിട്ടുള്ള അങ്ങനെയുള്ള എക്സ് സർവീസ് ആണ്. ഇപ്പൊ നമ്മൾ ഓൾറെഡി അവർ റിട്ടയർഡ് ആയിട്ടുള്ള ആളുകളാണ്. അങ്ങനെ ആർമിയിൽ നിന്നോ നേവിയിൽ നിന്നോ അതുപോലെ തന്നെ എയർഫോഴ്സിൽ നിന്നോ ഒക്കെ റിട്ടയർഡ് ആയിട്ടുള്ള എന്താണ് മിലിറ്ററി പേഴ്സണൽസോ, അവരുടെ ഡിപ്പെൻഡന്റ്, അവരെ ആശ്രിതമായിട്ടുള്ള ആളുകളോ, അവർക്ക് കിട്ടുന്ന ഹെൽത്ത് സ്കീമാണ് ECHS അല്ലെങ്കിൽ എക്സ് സർവീസ്മാൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം. ഇതും ഇതേപോലെ തന്നെ എല്ലാ സ്ഥാപനങ്ങളിലും ഹോസ്പിറ്റലിൽ ചെന്ന് നമുക്ക് ആ സ്കീം ലഭ്യമല്ല. അതിന് പ്രത്യേകമായിട്ടുള്ള ചില ഹോസ്പിറ്റൽസ് അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, തിരഞ്ഞെടുത്തിട്ടുണ്ടാവും. ആ തിരഞ്ഞെടുത്ത ഹോസ്പിറ്റലുകൾക്കാണ് നമുക്ക് ഈ പറയുന്ന സർവീസുകൾ കിട്ടുക. അതുപോലെ തന്നെ ഇപ്പൊ ഒരു കോർപ്പറേറ്റ് ഓഫീസുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ അവരും ഇതുപോലെ ഹെൽത്ത് സ്കീമുകൾ അവിടുത്തെ എംപ്ലോയീസിന് കൊടുക്കാറുണ്ട് അല്ലെ? അപ്പൊ എംപ്ലോയീസിന് കൊടുക്കുമ്പോൾ അവിടെയും ഇതുപോലെ എല്ലാ സ്ഥാപനങ്ങളിലും പോയാൽ നമുക്ക് ഈ ഒരു സ്കീം ചിലപ്പോൾ കിട്ടണമെന്നില്ല. പ്രത്യേകമായിട്ടുള്ള തിരഞ്ഞെടുത്ത ഹോസ്പിറ്റൽസിലെ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ അതിനു വേണ്ടി എംപാനൽമെന്റ് എന്ന് പറഞ്ഞാൽ ആ തിരഞ്ഞെടുക്കലിനെയാണ്. അതായത് ഈ ഒരു ECHS വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ECHS-നോ CGHS-നോ അല്ലെങ്കിൽ കോർപ്പറേറ്റുമായി ബന്ധപ്പെട്ടോ ഒക്കെ ഈ ഹോസ്പിറ്റൽസിനെ അവർ തിരഞ്ഞെടുക്കണമെങ്കിൽ
അതിന് കുറെ അധികം പ്രൊസീജിയേഴ്സ് ഉണ്ട്. എല്ലാ ഹോസ്പിറ്റൽസും നമുക്ക് അവർ തിരഞ്ഞെടുക്കില്ല. മറിച്ച് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, എംപാനൽമെന്റ് അല്ലെങ്കിൽ ഇത് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഈ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിൽ ലാബുമായി ബന്ധപ്പെട്ട് ഒരു അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. അങ്ങനെ ഒരു അപേക്ഷ സമർപ്പിച്ച് ആ അപേക്ഷയുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ ഫോം ഒക്കെ കൃത്യമായിട്ട് കൊടുക്കണം. അതുപോലെ അതുമായി ബന്ധപ്പെട്ട കൺസേണിംഗ് ലെറ്റർ ഒക്കെ നമ്മുടെ നാബിന്റെ ഓഫീസ് വഴി അത് സബ്മിറ്റ് ചെയ്യണം. അതിനുശേഷം അത് അവർ ചെക്ക് ചെയ്ത് അതിന് ഏത് വേണം എന്നുള്ളത് തിരഞ്ഞെടുക്കും. ആദ്യം അവർ ECHS-ലേക്കായിരിക്കും തിരഞ്ഞെടുക്കുക. ആ ECHS-ന്റെ ലിസ്റ്റിൽ നിന്നും മികച്ചത് നോക്കിയാണ് CGHS-ലേക്ക് തിരഞ്ഞെടുക്കുക. അപ്പൊ അങ്ങനെ ഇപ്പൊ ഹോസ്പിറ്റലുകളാവും. ഇതൊരു ഹോസ്പിറ്റൽ മാത്രമല്ല കേട്ടോ, ഐ സെന്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡെന്റൽ ക്ലിനിക്കുകളുണ്ട്. അപ്പൊ അവർക്ക് പൂർണ്ണമായിട്ടുള്ള ഹെൽത്ത് സർവീസുകൾ ഇതിലൂടെ കൊടുക്കുന്നുണ്ട് ആ സ്കീമിലൂടെ. അപ്പൊ ഒരു ഹോസ്പിറ്റലിനെ ബേസ് ചെയ്ത് മാത്രം നോക്കരുത്, ഐ ക്ലിനിക്കുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്, ഡെന്റൽ ക്ലിനിക്കുകൾ ഉൾപ്പെടുന്നുണ്ട്, ഡയഗ്നോസ്റ്റിക് ലാബുകൾ ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സർവീസുകളുണ്ട്. അപ്പൊ ഇതിലൊക്കെ വേണ്ടിയിട്ട് ഇവരെ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ എംപാനൽമെന്റ് ചെയ്യണമെങ്കിൽ, തിരഞ്ഞെടുക്കുക എന്നുള്ള അർത്ഥം തന്നെയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ECHS വഴിയും അതിൽ CGS-ലേക്ക് തിരഞ്ഞെടുക്കണമെങ്കിലൊക്കെ ലാബ് വഴി നമ്മൾ അപ്ലൈ ചെയ്ത് ആ ആപ്ലിക്കേഷൻ ഫോമും കാര്യങ്ങളൊക്കെ കൊടുത്ത് വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് അത് ഇഷ്യൂ ചെയ്താൽ മാത്രമേ അവിടെ എന്ത് ചെയ്യുള്ളൂ, ആ ഒരു സ്ഥാപനത്തെ അവർ തിരഞ്ഞെടുക്കുള്ളൂ. അങ്ങനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്ഥാപനങ്ങൾ എന്താണ്, ഒരു അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ ഒരു അംഗീകാരം ഉണ്ട് എങ്കിൽ ഈ സ്ഥാപനങ്ങളെ കുറച്ചുകൂടി വേഗത്തിൽ ഇവര് തിരഞ്ഞെടുക്കും. മനസ്സിലായോ? ഇവിടെ അവർ തിരഞ്ഞെടുക്കണമെങ്കിൽ മികച്ച, അതായത് ഉള്ളതിൽ നിന്നും മികച്ചതാണ് അവർ തിരഞ്ഞെടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഈ CGHS ആണെങ്കിലും ECHS ആണെങ്കിലും പ്രത്യേകമായിട്ടുള്ള നല്ല സ്കീമുകൾ ആയതുകൊണ്ട് തന്നെ സാധാരണയുള്ള അല്ലെങ്കിൽ എല്ലാ രീതിയിലുമുള്ള ഹോസ്പിറ്റലുകള് എല്ലാ സജ്ജീകരണങ്ങളുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ നല്ല ഹൈ ക്വാളിറ്റി കെയറുകൾ കൊടുക്കുന്ന സ്ഥാപനങ്ങളെ സെലക്ട് ചെയ്യുക. അപ്പൊ ഒരു ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ആണ് എങ്കിൽ അവർക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, മുൻഗണനയുണ്ട്. മനസ്സിലായോ? അപ്പൊ ആ ലാഭമായിട്ട് അംഗീകാരം നടക്കുമ്പോൾ അവിടെ അധികം ബുദ്ധിമുട്ടുകൾ അവർക്ക് ആ ഒരു ലിസ്റ്റിലേക്ക് ഉൾപ്പെടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. മനസ്സിലായോ? എംപാനൽമെന്റ് ബൈ CGHS, ECHS, കോർപ്പറേറ്റ് എക്സെട്ര. ക്ലിയർ ആയോ? ഇത് രണ്ടിന്റെ എക്സ്പാൻഡ് ഫോം നിർബന്ധമായിട്ടും പഠിക്കണം, ചോദിക്കാറുള്ള ഭാഗമാണ് കേട്ടോ. ക്ലിയർ ആണോ? അത് ഒന്ന് റിപ്ലൈ ചെയ്തേ. Okay. Then next one ആണ് കമ്മ്യൂണിറ്റി അവയർനെസ് ആൻഡ് റെസ്പോൺസ്. അപ്പൊ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് അവയർനെസ്, ഇപ്പൊ ഒരു അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് അവയർനെസ് കൊടുക്കുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ട അവയർനെസ്, അപ്പൊ അവർക്ക് ആ ഒരു കമ്മ്യൂണിറ്റിക്ക് കൃത്യമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ഇഷ്യൂസ് കാര്യങ്ങളുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു നോളജ് അണ്ടർസ്റ്റാൻഡിംഗ് കിട്ടും. അപ്പൊ അതിലൂടെ അവർക്ക് ഒരു പ്രതികരണം അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള റെസ്പോൺസ് നമുക്ക് കിട്ടാൻ സാധിക്കും. അപ്പൊ പ്രധാനമായിട്ടും നമുക്കൊരു അംഗീകാരം കിട്ടിയ അല്ലെങ്കിൽ ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനമാണെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിക്ക് അതിനെക്കുറിച്ച്, അതായത് ആ ഒരു അക്രഡിറ്റേഷനെ കുറിച്ച് കുറച്ചുകൂടി അവയർനെസ് അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരികയും അതിനനുസരിച്ച് അവർ കൂടുതൽ നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിലേക്ക് പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, അവർ ആ ഒരു സ്ഥാപനത്തെ കുറിച്ച്, അംഗീകാരത്തെ കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അവരുടെ പ്രതികരണം കാഴ്ചവെക്കുകയും അതിനനുസരിച്ച് ഈ ഒരു സ്ഥാപനത്തിലേക്ക് കൂടുതൽ ആളുകൾ എന്താണ് ഇൻവോൾവ് ആവാനായിട്ട് അല്ലെങ്കിൽ എൻഗേജ്ഡ് ആവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു അക്രഡിറ്റേഷനെ ഫോഴ്സ് ചെയ്യുന്ന ഡ്രൈവിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ആണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, അല്ലെ, ഉപഭോക്തൃ സംരക്ഷണ നിയമം. രണ്ടാമത്തത് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്. മൂന്നാമത്തത് ഇൻഷുറൻസ് കമ്പനീസ് റെഗുലേഷൻ ആക്ട്. നാലാമത്തത് എംപാനൽമെന്റ് ബൈ CGHS, ECHS, കോർപ്പറേറ്റ് എക്സെട്ര. ഫിഫ്ത് വൺ ആണ് കമ്മ്യൂണിറ്റി അവയർനെസ് ആൻഡ് റെസ്പോൺസ്. വേഗം ഒന്ന് നോക്കാം, അതിന്റെ പേരുകൾ മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക. രണ്ടെണ്ണം ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് CGHS-ന്റെയും ECHS-ന്റെയും എക്സ്പാൻഡഡ് ഫോർമാറ്റ് ആണ്. വേഗം ഒന്ന് നോക്കിയേ. ആദ്യം തുടങ്ങി വേഗം ഒന്ന് നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഇന്നത്തെ ക്ലാസ്സിലുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഈ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലായാൽ മാത്രമേ നെക്സ്റ്റ് ഭാഗത്തേക്ക് നമുക്ക് എളുപ്പത്തിൽ പോകാൻ പറ്റുള്ളൂ.
കാരണം അതിനുശേഷം നമ്മൾ ഓൾറെഡി അതിന്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എക്സ്പാൻഡ് ഫോം എന്നൂടി പറയണോ? പറയാലോ. CGHS ആണ് ഏതാണ് കിട്ടേണ്ടത്? രണ്ടും പറയണോ? CGHS ആണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം ഇതാ സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം. ECHS ആണെങ്കിൽ എക്സ് സർവീസ്മെൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം. എക്സ് സർവീസ്മെൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം. പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കി പഠിച്ചാൽ മതി. എക്സ് സർവീസ്മെൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം. കിട്ടിയോ? ക്ലിയർ ആണോ? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, മിസ് ഇന്ന് ഇവിടെ വരെ എടുക്കുന്നുള്ളൂ കേട്ടോ. അക്രഡിറ്റേഷൻ ലഭിക്കാൻ മാത്രമല്ല, ഇപ്പൊ ഒരു സ്ഥാപനത്തിന് അക്രഡിറ്റേഷൻ നേടിയെടുക്കണം അല്ലെങ്കിൽ ആ ഒരു അക്രഡിറ്റേഷൻ കിട്ടണം എന്നുള്ള ഒരു സ്ഥാപനത്തിന് തോന്നണമെങ്കിൽ ഈ ഒരു ഡ്രൈവിംഗ് ഇത് ഈ ഒരു പ്രേരക ഘടകങ്ങളിലൂടെ. അപ്പൊ ആദ്യമേ തുടങ്ങിയ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ പദത്തില് നമുക്കൊരു കൺസ്യൂമേഴ്സിന് ആവശ്യമായിട്ടുള്ള റൈറ്റ്സ് എന്താണ് പാലിക്കണം എന്ന് പറയുമ്പോൾ ഈ ഒരു നിയമം അത് പറയുന്നുണ്ട്. അപ്പൊ അത് ആ ഒരു നിയമം നമുക്ക് നടപ്പിലാക്കണമെങ്കിൽ അക്രഡിറ്റേഷനിലൂടെയാണ് നമുക്ക് കൂടുതൽ നടപ്പിലാക്കാൻ പറ്റുക. അതുപോലെ തന്നെ ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടും അത് തന്നെയാണ്. ഒരു ഹോസ്പിറ്റലുമായി അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിനുമായി ബന്ധപ്പെട്ടാണെങ്കിലും അത് നമ്മളവിടെ ആ ഒരു സ്ഥാപനം കൃത്യമായിട്ട് നല്ല സ്റ്റാൻഡേർഡ്സിലൂടെ മുന്നോട്ട് പോകണമെങ്കിൽ അതിന്റെ പിന്നിൽ ഈ ഒരു ആക്ടിന്റെ പ്രാബല്യത്തിലാണ് നമുക്കത് എന്ത് ചെയ്യുന്നത്, ഒരു ബേസ് പോലെ ആക്ട് ചെയ്യുന്നത് ഈ നിയമങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ? അതിലൂടെയാണ് നമുക്ക് ആ ഒരു അംഗീകാരത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു അക്രഡിറ്റേഷൻ എന്നൊരു ചിന്തയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇപ്പൊ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് ഒരുപാട് സ്ഥാപനങ്ങളിൽ ഇൻഷുറൻസ് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അല്ലെ, നമുക്ക് ഇൻഷുറൻസ് കിട്ടാറുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടും ഹോസ്പിറ്റൽസുമായി ബന്ധപ്പെട്ടും ഈ ഒരു നിയമവും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ CGHSലേക്കോ അല്ലെങ്കിൽ ECHS പോലെയുള്ള കോർപ്പറേറ്റ് സ്ഥാപനത്തിലേക്കോ എല്ലാം നമ്മൾ ഇതിനെ തിരഞ്ഞെടുക്കണമെങ്കിൽ ഇതേപോലെയുള്ള ഒരു അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, പ്രിഫറൻസുകൾ കിട്ടുന്നത്. അതുപോലെ കമ്മ്യൂണിറ്റിയിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അവയർനെസ് കൊടുക്കുമ്പോഴാണ് അവർ കൂടുതൽ ഇതിലേക്ക് റെസ്പോൺസ്ഡ് ആയി വരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ബേസ് ആയിട്ട് ശരിക്കും നിൽക്കുന്നത് ഈ നിയമങ്ങളാണ്. അപ്പൊ ആ നിയമങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആ നിയമങ്ങളുടെ പ്രാബല്യത്തില് നമുക്ക് ആ ഒരു അംഗീകാരം നേടിയെടുക്കുമ്പോഴാണ് ഇതെല്ലാം നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. മനസ്സിലായോ? അപ്പൊ ആളുകളിൽ നിന്നുള്ള വിശ്വാസം അല്ലെങ്കിൽ ഇത് തിരിച്ച് ഈ ഒരു ലിസ്റ്റിലേക്ക് ഉൾപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് വരുന്ന കസ്റ്റമേഴ്സിന്റെ പ്രൊട്ടക്ഷൻ ശരിയായ രീതിയിൽ അവർക്ക് സംരക്ഷണം നൽകണമെങ്കിൽ അതെല്ലാം നമുക്ക് ഈ ഒരു ബേസ് വെച്ചിട്ട് നമുക്ക് ആ ഒരു അക്രഡിറ്റേഷൻ നേടിയെടുക്കുന്നതിലൂടെ അപ്പോഴാണ് ഈ ഒരു ബേസിന്റെ പേരിലാണ് നമുക്ക് ആ ഒരു അംഗീകാരം വേണം എന്നൊരു ചിന്തയും അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനവും നടക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് ഭാഗം അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഇവിടെ വരെ ഒന്ന് വായിച്ചിട്ട് വരാം. ഓക്കെ, താങ്ക് യു.